സാർ, എൻ്റെ ഭർത്താവും മറ്റൊരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ അവിഹിതത്തിലാണ്. അദ്ദേഹത്തെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾക്ക് റോഡ് സൈഡിൽ നിന്ന് ചെറിയ മനോഹരമായ ഒരു പട്ടിക്കുട്ടിയെ കിട്ടുന്നു. ആ പട്ടിക്കുട്ടിയെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്ന അതിന് പാല്, ബിസ്ക്കറ്റ്, മുട്ടയൊക്കെ കൊടുത്ത് വളരെ സ്നേഹത്തോടെയും വളരെ കരുതലോടെയും എന്താണ് പറയുക, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന എല്ലാം കൊടുത്ത് ആ പട്ടിക്കുട്ടിയെ നമ്മൾ വളർത്തി വലുതാക്കുന്നു. ഞാനിത് പട്ടിയോടോ പട്ടിക്കുട്ടിയോടോ ഉപമിക്കാൻ പ്രധാനപ്പെട്ട കാരണം മനുഷ്യനോട് ഏറ്റവും ട്രസ്റ്റ് വർത്തിയായിട്ട് അല്ലെങ്കിൽ ലോയലായിട്ട് നിൽക്കുന്ന ഒരു ജീവിയാണ് പട്ടി അല്ലെ പട്ടിക്കുട്ടി എന്ന് പറയുന്നത്. അത് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം തിരിച്ചു തരും. പക്ഷെ എന്നാൽ ചില പട്ടികൾ അല്ലെ ചില പട്ടിക്കുട്ടികൾ അങ്ങനെയല്ല. അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മളെ തന്നെ ഉപദ്രവിക്കാനോ അല്ലെ നമ്മളെ തന്നെ വേദന ഏൽപ്പിക്കാനോ അല്ലെ നമ്മളെ തന്നെ കടിക്കാനോ നമ്മളെ മുറിവേൽപ്പിക്കാനോ ഒക്കെ സാധ്യത ഉള്ള ആളുകളും ഉണ്ട്. അത്തരത്തിലുള്ള പട്ടികളും പട്ടിക്കുട്ടികളും ഉണ്ട്. നമ്മൾ എന്തെല്ലാം കൊടുത്തെന്ന് പറഞ്ഞാലും, നമ്മൾ പട്ടുമത്തയിൽ കിടത്തിയെന്ന് പറഞ്ഞാലും, നമ്മൾ സ്നേഹം കൊടുത്തെന്ന് പറഞ്ഞാലും, കെയർ കൊടുത്തെന്ന് പറഞ്ഞാലും അയാൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ വേദനിപ്പിച്ചിട്ടും നമ്മളെ മുറിവേൽപ്പിച്ചിട്ടും നമ്മളെ കടിച്ചിട്ടും നമ്മളെ മാനസികമായിട്ട് തകർത്തിട്ടും ശാരീരികമായിട്ട് തകർത്തിട്ടും ഒക്കെ അത് ഒരു നന്ദി പോലും കാണിക്കാതെ അതതിന്റെ കൂട്ടത്തിലേക്ക് അല്ലെ നമ്മൾ പറയാ ചാവാലിപ്പട്ടി, നമ്മൾ എന്താണ് പറയാ വളരെ പെറ്റായിട്ട് കരുതി വളർത്തിയ ആ പട്ടി ആ കൂട്ടത്തിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ വിളിച്ച് കരഞ്ഞ് സംസാരിക്കുന്ന സ്ത്രീകളോട് ഞാൻ പറയാറുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡയലോഗ് ഇതാണ്. എന്നെ വിളിച്ച് പറയുന്ന അല്ലെ കരയുന്ന പല സ്ത്രീകളും പറയാറുള്ളത്, സാർ ഞാൻ ഇത്രത്തോളം സ്നേഹിച്ചു, ഇത്രത്തോളം കെയർ കൊടുത്തു, ഞാൻ അദ്ദേഹത്തെ അങ്ങനെയാണ് കണ്ടത്, ജീവന തുല്യമായിട്ടാണ് കണ്ടത്, എന്നിട്ട് അയാൾ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ അവരോട് ചോദിക്കാറുള്ള ചോദ്യം, നിങ്ങളെ ഒരു പട്ടി കടിച്ചു, ആ പട്ടി കടിച്ചത് കൊണ്ട് നിങ്ങൾക്കാണ് വേദന ഉണ്ടായിട്ടുള്ളത്. ആ പട്ടി കടിക്കുക എന്ന് പറഞ്ഞത് നിങ്ങളെ ഒരാൾ പറഞ്ഞു പറ്റിക്കുമ്പോൾ അല്ലെ നിങ്ങളെ ഒരാൾ ചതിക്കുമ്പോൾ അതൊരു സത്യം പറഞ്ഞാൽ ഒരു മെന്റൽ റേപ്പ് എന്നൊക്കെ പറയുന്നതിന്റെ കാറ്റഗറിയിൽ വേണേ വരുത്താം. നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു, നിങ്ങളെ വഞ്ചിക്കുന്നു, നിങ്ങളുടെ ട്രസ്റ്റിനെ ഇല്ലാതാക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നു പോകുന്നു. അതായത് നിങ്ങളെ ഒരു പട്ടി കടിച്ച് അതിനെ മുറിവേൽപ്പിച്ചിട്ട് ആ പട്ടി പോകുന്ന സമയത്ത് നിങ്ങളുണ്ടായ വേദനയെ കുറിച്ചല്ല സംസാരിക്കുന്നത്. നിങ്ങൾക്കൊരു വേദന ഉണ്ടായ, കടിച്ചത് മൂലം ഉണ്ടായ വേദന ഉണ്ടായ നിങ്ങൾക്ക് പേ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ മാനസികമായിട്ട് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്, ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഇത്രയും വേദന ചിന്തിക്കുന്നത് എന്താണ്, എന്നാലും ആ പട്ടി എന്നെ കടിച്ചല്ലോ എന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളെ ഒരു പട്ടി കടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒരു വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തകർത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ അയ്യോ ആ പട്ടി എന്നെ കടിച്ചിട്ട് പോയല്ലോ, എന്നാലും ആ പട്ടി എന്തിനാണ് എന്നെ കടിച്ചിട്ട് പോയതെന്ന് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ആ വേദനയിൽ നിന്ന് ഒരിക്കലും കരകയറാൻ പറ്റത്തില്ല. നിങ്ങളെ ഒരാൾ ചലിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒരാൾ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുമായിട്ട് ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. 6 മാസം കരയാം, 1 വർഷം കരയാം, 2 വർഷം കരയാം, 3 വർഷം കരയാം. പക്ഷെ അതിനകത്ത് നിന്ന് നിങ്ങൾ ഹീലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അയാളുടെ മുന്നിൽ തോറ്റു കൊടുക്കാനോ അയാളിൽ നിന്ന് എന്താണ് പറയാ നിങ്ങൾ സ്നേഹം പ്രതീക്ഷിക്കാനോ അയാൾ ഏത് സ്ത്രീയുടെ ഒപ്പമാണോ പോയത് അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി എന്താണ് പറയാ ആ സ്ത്രീയുടെ പുറകെ പോയി അവരെ ബുദ്ധിമുട്ടിക്കാനോ അവിടെ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. ആ പട്ടി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ പട്ടിക്കൂടി വൃത്തിയാക്കുക, നമ്മൾ ചാണകവെള്ളം ഉപയോഗിച്ചൊക്കെ ശുദ്ധിയാക്കുക എന്ന് പറയത്തില്ലേ. അപ്പൊ ആ രീതിയിൽ നിന്ന് നമ്മളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഒക്കെ ഇറക്കി വിടുക എന്നുള്ളതാണ് ഇതിനുള്ള സൊല്യൂഷൻ. പലപ്പോഴും എന്റെ അടുത്ത് ആളുകൾ ചോദിക്കാറുണ്ട്, സാർ അഭിഹിതത്തിലാണ് ഞാൻ ഡൈവോഴ്സ് ചെയ്തിട്ട് എന്ത് കാര്യമാണ്? ഒരു കാര്യമില്ല ഇത്തരം കാര്യങ്ങൾക്ക്. പ്രത്യേകിച്ച് അഭിഹിതത്തിൽ ഡൈവോഴ്സ് ഉണ്ടെന്ന് ഒരു കാര്യമില്ല. പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള കഥകളിൽ മെജോറിറ്റി വെച്ചിട്ടും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ പോലും ഈ ട്രസ്റ്റ് ഇഷ്യൂ അവിടെ എന്നും നിലനിൽക്കും. ഒരു സംശയം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സിനാരിയോയിൽ വീണ്ടും ഇത് എടുത്തിട്ടുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് പറയുക, എന്തായാലും അനഞ്ഞു ഇനി കുളിച്ചു കയറാമെന്നുള്ള ചിന്തയായിരിക്കും അയാൾക്കുള്ളത്. ഞാൻ പറയുന്നത്, ഒരിക്കലും ഇത്തരം ഒരു റിലേഷൻഷിപ്പിന് പോയിട്ട് ഉള്ള ആളാണെങ്കിൽ, ഒരിക്കലും ഈ ഒരു ചതിയുടെ രീതി പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ, അതാണായാലും പെണ്ണായാലും അവർ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം അവർക്ക് ബേസിക്കലി ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു, അല്ലെ നിങ്ങളെ വഞ്ചിക്കണമെന്നോ ചതിക്കണമെന്നോ ഒരു ഇന്റൻഷൻ അവരുടെ ഒരു ട്രേറ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർ എന്തെങ്കിലും ഒരു റീസൺ കിട്ടുമ്പോൾ അതിലേക്ക് പോകുന്നതും പിന്നെ അതിനെ വെച്ച് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതും. അതായത് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ പോയത്, അല്ലെ ഇന്ന റീസൺ കൊണ്ടാണ് ഞാൻ കാരണം, അല്ലെ നീ കാരണമാണ് പോയത്, നിന്റെ കുറവ് കൊണ്ടാണ് ഞാൻ പോയത് എന്നൊക്കെ അവർ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിന്റെ റിയാലിറ്റി ഇത്രേ ഉള്ളൂ. അവർ ബേസിക്കലി പോകാൻ നിന്ന ആളാണ്, അതിനൊരു കാരണം മാത്രമാണ് നോക്കിയിരുന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ റിയാലിറ്റി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ എപ്പോഴും ശ്രമിക്കേണ്ടത് നിങ്ങളെ തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്.
അല്ലാതെ ഇതിനകത്ത് വേറൊരു സൊല്യൂഷൻ ഇല്ല. നിങ്ങൾ കരഞ്ഞോ, നിങ്ങൾ എത്ര നാൾ വേണമെങ്കിലും കരഞ്ഞു നിങ്ങളുടെ അവസാനത്തെ കണ്ണീരും പറ്റിയതിനു ശേഷം നിങ്ങൾ ഒരിക്കലും പിന്നീട് അവർക്ക് വേണ്ടി കരയാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചില സ്ത്രീകളുടെ ചിന്താഗതികൾ എനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കാറുണ്ട്. അദ്ദേഹം എന്നോട് അങ്ങനെ ചെയ്തു, അദ്ദേഹം എന്നോട് ദ്രോഹിച്ചു, ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായി ജീവിക്കാൻ പോവുകയാണ്, ഞാൻ ഭക്തിമാർഗത്തിലേക്ക് പോകാൻ പോവുകയാണ്, അല്ല എനിക്കിനി എന്റെ ജീവിതത്തിൽ മറ്റൊരു പുരുഷൻ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പലപ്പോഴും ഇത്തരം റിലേഷൻഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 30, 35, 40 ഇടയിലാണ്. പലപ്പോഴും എന്നെ വിളിച്ചുള്ള ഒരുപാട് സ്ത്രീകൾ ഈ ഒരു പ്രായപരിധിയിലുള്ള ആളുകളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ പുരുഷന്മാരും നിങ്ങളുടെ ഹസ്ബൻഡിനെ പോണക്കുള്ള ആളുകളല്ല. ഇവിടെ 8 ബില്യൺ ആളുകൾ, 8.5 ബില്യൺ ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത് നല്ല ആളുകളുണ്ട്. നിങ്ങളുടെ ഒരു സെലക്ഷനാണ് തെറ്റിപ്പോയിട്ടുള്ളത്. അതായത് നമ്മള് നല്ലൊരാളെ കണ്ടുപിടിക്കുക, അല്ല റൈറ്റ് പേഴ്സണെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി നല്ല നല്ല എഫേർട്ട് ഇടേണ്ടി വരും. നമ്മുടെ ചിന്താഗതികളെ മാറ്റണം, നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ മാറ്റണം. റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പാർട്ണർ എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടായത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തി വേറെ എവിടെയോ ഉണ്ട്. അയാളിലേക്ക് എത്തണമെങ്കിൽ, അയാളെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഇതാണ് ഇതിനകത്തിൽ ബേസിക് ആയിട്ട് ഉള്ള ഒരു സൊല്യൂഷൻ. അതായത് നിങ്ങൾ ബാക്കിയുള്ള 20 വർഷങ്ങൾ 30 വർഷങ്ങൾ നിങ്ങൾ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു ഫെമിനിയൻ എനർജി ഉണ്ട്, മസ്കുലിയൻ എനർജി ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ, അത് വളരെ മനോഹരമാണ്, വളരെ സൂപ്പറാണ്. നമുക്ക് വളരെ കുറച്ച് നാളത്തേക്ക് ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുക, നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന, നിങ്ങൾക്ക് മനസമാധാനം കിട്ടുന്ന, നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങൾ സ്വയമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് ആ ട്രാക്കിലേക്കൊക്കെ പോകണം. ചില സ്ത്രീകൾ പറയാറുണ്ട്, ഞാനിപ്പോൾ ഭക്തിമാർഗത്തിലാണെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് വളരെയധികം വിഷമം തോന്നാറുണ്ട്. അവരൊരു ഡിപ്രഷനിലാണ്, സിവിയർ ഡിപ്രഷനിലാണുള്ളത് പല കഥകൾ കേൾക്കുമ്പോൾ. പക്ഷെ അവർ പറയുന്നത് ഞാൻ ഭക്തിയിൽ ലയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് നിങ്ങൾ ഡിപ്രഷൻ ആണോ യഥാർത്ഥ ഭക്തിയാണോ എന്നൊക്കെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിട്ട് അത് വാല്യൂറ്റ് ചെയ്യേണ്ടതാണ്. എന്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. ഇത് പലപ്പോഴും ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. എന്റെ ബുക്കുകൾ വരുന്നുണ്ട്. ആ ബുക്കുകളിലൊക്കെ ഇതിനെക്കുറിച്ച് എന്താണ് പറയാ, നമ്മളൊരു 80% കാര്യങ്ങൾ അതിനകത്ത് റിവീൽ ചെയ്യാനാണ് സാധ്യത. ഇതിനകത്തിൽ വീഡിയോയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഇത്തരത്തിലുള്ള വിഷമം ഷെയർ ചെയ്യുന്ന സ്ത്രീകളോടെല്ലാം ഞാൻ പറയാറുണ്ട്, അത് പുരുഷനെ അട്രാക്ട് ചെയ്യപ്പെടുന്ന എപ്പോഴും കണ്ണുകളിലൂടെയാണെന്ന് പറയാറുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും അവൻ ഒരിക്കൽ ഒരു സ്ത്രീയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ വീണ്ടും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാലും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞ കണക്ക് ആ ട്രസ്റ്റ് ഇഷ്യൂ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അവരെ കുത്തി നോക്കും, അവർ വീണ്ടും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താം. അതായത് തപ്പട് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവി ഉണ്ട്. അതിനകത്തിൽ ആ നായിക പറയുന്നുണ്ട്, എന്നെ അയാൾ അടിച്ച ഒരു അടിയല്ല പ്രശ്നം, അതിനു മുമ്പ് വരെ ഞാൻ അയാൾക്ക് വേണ്ടി എന്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചു, എന്റെ ജീവിത സാഹചര്യങ്ങൾ മാറ്റിവെച്ചു, അല്ലെ ജീവിത നിലവാരം കുറച്ചു, എന്റെ വിദ്യാഭ്യാസം, എന്റെ കരിയർ, എന്റെ ജോലി എല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തെ ദൈവത്തെ പോലെ കണ്ട് ഞാൻ അദ്ദേഹത്തെ ദൈവത്തെ പോലെ സ്നേഹിച്ചു. നിങ്ങളുടെ പരിപാവനമായ സ്നേഹത്തെ, നിങ്ങളുടെ പരിപാവനമായ സന്തോഷത്തെ അയാള് വഞ്ചിച്ചതിന് ശേഷം, അല്ലെ നിങ്ങളെ മെന്റലി പല നുണകളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങളോടൊപ്പം കൂടെ താമസിച്ച് വഞ്ചിച്ച ഒരു വ്യക്തിയാണ്. അയാള് തിരിച്ചു വന്നാലും വീണ്ടും നിങ്ങളെ വഞ്ചിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങളെ തിരിച്ചു പിടിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. നമ്മൾ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങാനുള്ള സമയം കൊടുക്കുക. അതായത് കൊടുങ്കാറ്റ് വരുമ്പോഴും പേമാരി വരുമ്പോഴും ചിത്രശലഭങ്ങൾ ഒളിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വലിയ മുറിവേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാലിന് മുറിവേറ്റ്, അല്ലെ കാല് ഫ്രാക്ചറായി ഒടിവ് വന്നു, നമ്മൾ ബെഡിൽ കുറേ നാൾ കിടക്കാറുണ്ട്. പരുന്ത് അതിന്റെ പ്രായമാകും, അതായത് മോശമായിട്ടുള്ള ചിറകുകൾ തല്ലിക്കെടുത്താറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത്രത്തോളം വേദനാജനകമാണ്. അതെന്താണ്, പുതിയ ചിറക് വരാൻ വേണ്ടി, വീണ്ടും ഉയർന്നു പറക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് അത്തരം വേദന ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അയാളിലുണ്ടായ കുട്ടികളുണ്ട്, അവര് മൂല്യച്യുതി കണ്ട് തകർന്ന ജീവിതമാവരുത് കാണുന്നത്. നിങ്ങൾ ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു വരണം. നിങ്ങളുടെ മാനസിക വേദനയും നിങ്ങളുടെ വേദനകൾ, ശാരീരിക മാനസിക വേദനകളെല്ലാം ഉണങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ലോകത്ത് ലിസ്റ്റിനേക്കാളുപരി, കാമത്തേക്കാളുപരി നിങ്ങളെ പ്രണയിക്കാൻ കഴിവുള്ള ആളുകൾ, നിങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ള ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന്
നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്ന ഒരു മൊമെന്റ് ഉണ്ട്. നിങ്ങൾ അവരെയൊക്കെ കണ്ടെത്തുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതിലൂടെയൊക്കെ നിങ്ങൾ സ്നേഹത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു പ്രോസസ്സാണ്. ഇത് വളരെ കഠിനമായ ഒരു പ്രോസസ്സാണ്. ഇതിന് പലപ്പോഴും നിങ്ങൾ സൈക്കോളജിസ്റ്റിന്റെ, സൈക്കാട്രിസ്റ്റുമാരുടെയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. ഞാനൊരു ബുക്ക് എഴുതുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് വായിക്കാറുണ്ട്, ഒരുപാട് സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കാറുണ്ട്, ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തെറാപ്പിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒരുപാട് സൈക്കോളജിസ്റ്റുമാരുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരുണ്ട്. അവരെയൊക്കെ റെഫറൻസ് തരാം. അല്ലാതെ എന്നെ വിളിച്ചിട്ട് സാർ എന്നോട് കഥ പറയണമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പ്രാക്ടിക്കലി ഞാൻ ഒരുപാട് തിരക്കുള്ള ആളാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും എന്നാൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ എനിക്ക് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ, സൈക്കാട്രിസ്റ്റിനെ ഒക്കെ ഞാൻ കണക്ട് ചെയ്ത് തരാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യേണ്ടതാണ്. പക്ഷെ എന്നോട് വിളിച്ച് കരഞ്ഞിട്ടോ സംസാരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പക്ഷേ എൻ്റെ ബുക്കിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒരു വീഡിയോയിൽ ഒരുപാട് ലിമിറ്റേഷൻ കാര്യങ്ങൾ പറഞ്ഞുതരാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.